യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവകൃപയാൽ അതിരാവിലെ തന്നെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ കർത്താവ് നമ്മളെ അനുവദിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാനചൈതന്യം എനിക്ക് ലഭിച്ചു. നമ്മുടെ പ്രാർത്ഥനയും ഈ ദൈവവചനവും ഒന്ന് പരസ്പരം ചേർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിൻ്റെ മുന്നിൽ പരിഭവങ്ങളും പരാതികളും ഇല്ലായ്മകളും പറഞ്ഞ് എല്ലാം നേടിയെടുക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ മുന്നിൽ നമ്മൾ യാചിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ജ്ഞാനിയായ സോളമൻ തൻ്റെ രാജകീയ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് ജ്ഞാനവും വിവേകവും തന്ന് എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ ജ്ഞാനത്തിനു വേണ്ടിയും വിവേകത്തിനു വേണ്ടിയും? ഇന്നു മുതൽ നമ്മൾക്ക് എപ്പോഴും ദൈവത്തോട് ചോദിക്കാം: കർത്താവേ, ജ്ഞാനത്താലും വിവേകത്താലും നീ ഞങ്ങളെ നിറയ്ക്കണമേ. അത് നിൻ്റെ അമൂല്യ സമ്പത്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്താലും വിവേകത്താലും നിങ്ങളെ ഇന്നു മുതൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.